السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا بالسماء وهو السميع العليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഹിമ്മത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ സലാമത്താക്കട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഈ പുതിയ വർഷം അല്ലാഹു നമുക്ക് വലിയ ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നിഅമത്തുകളും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷം ഉണ്ടാകുന്ന എല്ലാവിധ അപകടങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് മുഹറം 9, 10. മുഹറം മാസം നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച മാസമാണ്. അമ്പിയാക്കൾക്ക് വലിയ ഫത്ഹ് ലഭിച്ച ഒരു മാസം. മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള, അയ്യൂബ് നബി അലൈഹിസ്സലാം അടക്കമുള്ള, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള, യാക്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ ഒരുപാട് അമ്പിയാക്കൾക്ക് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ആ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം കൊടുത്ത, ഫത്ഹ് കൊടുത്ത ഒരു പരിശുദ്ധ മാസം. ലോകത്താദ്യമായി മഴ വർഷിച്ച മാസമാണ് പരിശുദ്ധ മുഹറം മാസം. ഇങ്ങനെ ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ മുഹറം മാസത്തിന് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് മുഹറം 9, 10. മുഹറം 9, 10 നാം ബഹുമാനിക്കണം. അന്നത്തെ ദിവസം നാം നോമ്പ് പിടിക്കൽ വലിയ സുന്നത്താണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ ഏറ്റവും നല്ല മാസം, ഏറ്റവും അഫ്ളലായ മാസം ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസമാണ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്അഹു അനിന്നാർ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ നോമ്പ് പിടിച്ചാൽ, നോമ്പ് നോക്കിയാൽ അവൻ നരകത്തിൽ കടക്കൂല, അവൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൗമ യൗമി ആശൂറ, ആശൂറ ദിവസം, മുഹറം 9-ാമത്തെ ദിവസം നോമ്പ് പിടിക്കൽ യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ വർഷത്തിലെ എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും മുഹറം 9-ാമത്തെ ദിവസം ഞാൻ നോമ്പ് പിടിക്കും. അപ്പൊ മുഹറം 9, 10 നോമ്പ് പിടിക്കൽ വലിയ സുന്നത്തുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മുഹറം 10-ാമത്തെ ദിവസം നാം ചെയ്യേണ്ട അമാലുകൾ, ഒരുപാട് അമാലുകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ, വർഷം മുഴുവനും ഐശ്വര്യമുണ്ടാകാൻ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചെയ്യേണ്ട ഒരു അമല് ഹദീസിൽ കാണാം, മൻ വസ്സഅ അലാ നഫ്സിഹി വ അഹ്ലി, സ്വന്തം നഫ്സിന്റെ മേലും സ്വന്തം ശരീരത്തിന്റെ മേലും, അഹ്ലി തന്റെ കുടുംബക്കാര്, ഭാര്യ, മക്കള്, അവൻ ചെലവെടുക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഫീ യൗമി ആശൂറ, ആശൂറ ദിവസം, മുഹറം 10-ാമത്തെ ദിവസം വിശാലത ചെയ്ത് കൊടുത്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സന, അവനിക്ക് ആ വർഷം മുഴുവനും അല്ലാഹു വിശാലത ചെയ്ത് കൊടുക്കും.
അവന്റെ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും, ജോലിയിൽ വിശാലത ഉണ്ടാകും, സമ്പത്തിൽ വിശാലത ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ ദാരിദ്ര്യമുണ്ടാകൂല, സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകൂല, കയ്യിൽ പൈസയില്ല, പണമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകൂല. ജീവിതത്തിൽ വലിയ വിശാലത ചെയ്ത് കൊടുക്കും. താൻ ചെലവ് കൊടുക്കുന്നത് തന്റെ കുടുംബക്കാർക്ക്, ഭാര്യ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവരിഷ്ടപ്പെടുന്ന ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ ആ വർഷം മുഴുവനും അള്ളാഹുവിലേക്ക് വലിയ വിശാലത ചെയ്തു കൊടുക്കും. അവന്റെ സമ്പത്തിലും അവന്റെ ആയുസ്സിലും അവന്റെ ഭക്ഷണത്തിലും അവന്റെ റിസ്കിലും എല്ലാത്തിലും, വസ്ത്രത്തിലും, ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണം അതിലെല്ലാം അള്ളാഹു വലിയ വിശാലത ചെയ്തു കൊടുക്കും. ഒരു ബുദ്ധിമുട്ടും, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു കൊടുക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ജറബ്തുഹു 40 ആമ, ഞാൻ 40 വർഷക്കാലം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇത് മുജറബായ ഒരു വിഷയമാണ്. 40 വർഷക്കാലം ഞാൻ മുഹറം 10-ാം ദിവസം എന്റെ കുടുംബത്തിനിക്ക് ഞാൻ വിശാലത ചെയ്ത കാരണം എനിക്ക് 40 വർഷക്കാലം എന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായിട്ടില്ല. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന മഹാന് പറഞ്ഞു, ഖദ് ജറബ്നാ മുൻദു 50 സന, ഞാൻ 50 വർഷക്കാലം ഇത് ഞാൻ പരിശോധിച്ചു നോക്കിയതാണ്. എന്റെ ജീവിതത്തിൽ 50 വർഷക്കാലം ഈ ഒരു കാര്യം ഞാൻ പരിശോധിച്ചു നോക്കി. മുജറബായ ഒരു വിഷയമാണ്. എനിക്ക് ഖൈറല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഞാൻ മുഹറം 10-ാമത്തെ ദിവസം എന്റെ കുടുംബത്തിനേക്ക് വിശാലത ചെയ്ത കാരണം കൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കുടുംബത്തിനേക്ക് വിശാലത ചെയ്തു കൊടുക്കുക, സ്വതക്കകൾ ചെയ്യുക. വമൻ തസദ്ദഖ ഫീ യൗമി ആശൂറ ഫകഅന്നമാ തസദ്ദഖ അലാ ദുരിയത്തി ആദമ സ്വല്ലല്ലാഹു അലൈഹി. അശൂറാ ദിവസം ഒരാൾ സദഖ ചെയ്താൽ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളുടെ മേൽ സദഖ ചെയ്ത കൂലി കിട്ടും എന്ന് പറയാൻ അത്ര വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ്. ആശൂറാ ദിവസം സദഖ ചെയ്യുക, സംഭാവന നൽകുക, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗികൾക്ക് നാം സഹായിക്കുക, ആവശ്യമായത് ചെയ്തു കൊടുക്കുക. വലിയ നല്ലൊരു ദിവസങ്ങളിൽ, മഹത്തായ ദിവസങ്ങളിൽ കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് വരുന്ന ബലാകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ വിശാലത ചെയ്തിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മുഹറം 9-ഉം 10-ഉം ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഒരുപാട് ദിക്റുകൾ മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം. മുഹറം 9-ാമത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ നാം ചൊല്ലുക. വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ബാഖിയാത്തുസ് സാലിഹാത്ത്. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങളുടെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, നിങ്ങളുടെ മക്കളും സമ്പത്തും മുതലും അതൊക്കെ ദുന്യവിയായ ജീവിതത്തിന്റെ അഴകാണ്. നാളെ മരിച്ചതിന് ശേഷം ബാക്കിയാകുന്നത് ബാഖിയാത്തുസ് സാലിഹാത്ത്, നാളെ ബാക്കിയാകുന്നത് പാരത്രിക ജീവിതത്തിൽ നമുക്ക് ഉപകാരം കിട്ടുന്നത് ബാക്കിയാകുന്ന അമൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, സ്വാലിഹത്തായ അമലാണ്. ആ സ്വാലിഹത്തായ അമൽ ഏതാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്ത സ്ഥലത്ത് പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിക്റുകളാണ്, ഇത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ വർദ്ധിപ്പിക്കുക, സൂറത്തുൽ ഇഖ്ലാസ് നാം ഓതുക. ഒരാൾ അശൂറാ ദിവസം 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും, അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും. ഒരാളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചാൽ അവനൊരിക്കലും അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് ഹദീസിൽ കാണാം. ഒരിക്കലും അവനെ ശിക്ഷിക്കൂല. അപ്പോ നല്ല കാര്യങ്ങളുമായി, സൽക്കർമ്മങ്ങളുമായി മുഹറം 9-ഉം 10-ഉം ധന്യമാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്റുകൾ നാം 100 വട്ടം അല്ലെങ്കിൽ 70 വട്ടം ചൊല്ലുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ഒരു ദിക്റാണ്. ഒരാൾ ആശൂറാ ദിവസം 70 വട്ടം
ഹസ്ബുനല്ലാഹു ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്ർ ചൊല്ലിയാൽ കഫാഅല്ലാഹു തആല ശർറ ദാലിക്കൽ ആം, ആ വർഷം ഉണ്ടാകുന്ന എല്ലാവിധ ഷർറുകളിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദും കൂട്ടരും തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ഒരു ദിക്റാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദിക്റാണ്. ഒരുപാട് പ്രവാചകന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും തന്റെ പ്രയാസം നിറഞ്ഞ, വിഷമം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ചൊല്ലിയ ഒരു ദിക്റാണ് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അപ്പൊ ഈ ദിക്റുകൾ 70 വട്ടം ചൊല്ലുക. ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. നമുക്ക് അറിയുന്ന ദിക്റുകളൊക്കെയും ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പാപികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ വർഷത്തിൽ അള്ളാഹു നമുക്ക് സന്തോഷങ്ങൾ നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, നിഅമത്തുകൾ ധാരാളം നൽകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ അള്ളാഹു നമ്മെ കാക്കട്ടെ, ദുരന്തങ്ങളിൽ നിന്ന് കാക്കട്ടെ. മാരകമായ മരുന്നില്ലാത്ത ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗങ്ങളിൽ നിന്ന് തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയും ഭാര്യമക്കളും മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവര് കുടുംബക്കാര് ഉസ്താദുമാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് നമ്മളെ സഹായിക്കുന്നവര് സ്നേഹിക്കുന്നവര് ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ സഹോദരിമാര് എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. കടങ്ങളെ അള്ളാഹു വീട്ടിത്തരട്ടെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. വെള്ളമില്ലാത്തവർക്ക് നല്ല വെള്ളം അള്ളാഹു നൽകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് ഉയർച്ച നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.